എല്ലാ മേഖലയും ഈ സിനിമ എല്ലാം ഒന്നും തിയേറ്ററിൽ സീറ്റൊക്കെ വേണമെങ്കിൽ ടൈറ്റ് ചെയ്തു. അമ്മാതിരി അടിപൊളി സാധനം. വൈശാഖേട്ടൻ്റെ മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂക്കയുടെ ഒരു ജാക്കി ചാൻ ടർബോ അത് തന്നെയാണ് പടം. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നോക്കേണ്ട, ആൾക്കാർ വഞ്ചി തുറഞ്ഞ് തിയേറ്ററിലേക്ക് വരും. അമ്മാതിരി അടിപൊളി പടം, സെറ്റ് സാധനം. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, മിഥുൻ മാനുവൽ തോമസും മമ്മൂക്കയും വൈശാഖും കൂടെ ചേർന്നപ്പോൾ തിയേറ്ററിൽ ഇട്ടിയുടെ പൂരപ്പുറപ്പാണ്. സൂപ്പർ പടം. ഇംഗ്ലീഷ് പടം മാസ് ഒപ്പം പിടിച്ചു. ഒന്നും പറയല്ല, അടിച്ച് നിർത്തിയുണ്ട്. ആ ഡാൻസ് കളിക്കുന്ന ടീമിന്റെ റിവ്യൂ എടുത്തില്ലെങ്കിൽ സാധനം കയറും. ഓക്കെ, സിനിമ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? രക്ഷയില്ല. മാസ് ഫാമിലി എന്റർടൈൻമെന്റ്. ഏത് രീതി നോക്കിയാലും തിയേറ്ററിൽ കയറി കൊടുക്കുന്ന കാശിന് വർത്തുണ്ട്, നോ ഡൗട്ട്. ഓ, രാജീവ് ഷെട്ടി ഒന്നും പറയല്ല, പുള്ളിയാണ് മമ്മൂക്കയുടെ ലെവലിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. ഇതുപോലൊരു വില്ലനെ എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ഒരു മലയാള പടം ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എൻ്റെ അറിവ് റൊമാൻറ്റിഫിക്കേഷൻ. അതാണ് ക്ലൈമാക്സിൻ്റെ ഐറ്റ സാധനമുണ്ട്. അത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണും. ഫസ്റ്റ് ക്ലാസ് അടി പടന്നറ ഗംഭീരം. 73-കാരൻ്റെ ആറാട്ട് എന്ന് പറയും, അത്രയ്ക്ക് സൂപ്പറാണ്, അടിപൊളി. നമുക്ക് പൊളിച്ചു. വില്ലൻ കുഴപ്പമില്ല, നന്നായിട്ട് മമ്മൂട്ടിൻ്റെ അടുത്ത് അത്രയ്ക്ക് എത്തൂല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മമ്മൂക്ക തകർത്തു. ശേഷം നല്ല തകർപ്പൻ ആക്ഷൻ മൂവിയാണ്, എല്ലാവരും പോയി കാണണം. മമ്മൂക്ക പൊളിച്ച്, എനിക്കൊന്നും പറയല്ല. ജോസഫ് ചേട്ടൻ മമ്മൂക്കയുടെ കട്ടക്ക് നിൽക്കുന്ന വില്ലൻ തന്നെയാണോ? വില്ലൻ മമ്മൂക്കയുടെ കട്ടക്ക് നിൽക്കുന്ന വില്ലൻ തന്നെയാണ്. അത് സൂപ്പറാട്ടോ. പുള്ളിയുടെ കാര്യം പറയാം, പുള്ളി പക്ക. ഇവിടെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.